ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് മലപ്പുറത്തുള്ള കോട്ടക്കുന്ന് പാർക്കിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങളൊരു 5 മണിക്കാണ് ഇറങ്ങിയത്. അവിടെ കോട്ടക്കുന്ന് ഇറങ്ങി നമുക്ക് അവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, മേലോട്ട് കയറി പോകാനുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ കയറി പോകാനുള്ള സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോകാം. ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് നേരെ ഡയറക്റ്റായിട്ട് പോയത്. നമുക്ക് സ്റ്റെപ്പ് കയറാമെന്ന് വെച്ചാൽ മോനെ വെച്ചിട്ട് അത്രയും ദൂരം കയറി പോകാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ പോയി. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ എൻട്രൻസ് ഫീ വന്നിട്ട് ഒരാൾക്ക് 20 രൂപയാണ്. പിന്നെ നമ്മൾ വണ്ടി നിർത്താൻ വേണ്ടി എക്സ്ട്രാ ഒരു 10 രൂപ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 50 രൂപ കൊടുത്തു കേട്ടോ. അപ്പം മോന് ചാർജില്ല ഇപ്പം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അടിപൊളി വ്യൂ ആയിരുന്നു. അവിടെ എന്ന് വെച്ചാൽ ഏകദേശം മലപ്പുറമൊക്കെ കാണാം കേട്ടോ. ചുറ്റും നമുക്ക് കാണാൻ പറ്റും. വലിയ കുന്നല്ല, അതിൻ്റെ മുകളിലെന്ന് വെച്ചാൽ നമുക്ക് നല്ല വ്യൂ ആണ്. പക്ഷെ ഞങ്ങളത് കാണുമ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. നേരെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ പാർക്കിലൊക്കെ കയറി വരുമ്പോൾ തന്നെ കുറച്ച് ഇരുട്ടായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം കുട്ടീനെ കൊണ്ട് ഞങ്ങളൊന്ന് ചുറ്റും നടന്നിട്ട് വരാം എന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ അവൻ ഒരു ക്ഷമ ഇല്ല, തീരെ ഇല്ല. കാരണം ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. അപ്പോൾ അത് കണ്ടിട്ട് അവന് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവന് സമ്മതിക്കണേണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒന്ന് കറങ്ങി വന്നതിന് ശേഷം ഓരോരോ പാർട്ടായിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ആദ്യം ഒന്നിൽ കയറുകയാണെങ്കിൽ നമുക്കതിൽ ഫീ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പാർക്കുണ്ട്. അങ്ങനെ കുറേ പാർക്കുണ്ട് കേട്ടോ അവിടെ. ആദ്യം ഞങ്ങൾ കയറിയത് 50 രൂപയായിരുന്നു കേട്ടോ, മോനും ഞങ്ങൾക്കും കൂടിയിട്ട്. ആ 50 രൂപ കൊടുത്ത് കയറുകയാണെങ്കിൽ കുട്ടികൾക്ക് മാത്രം തന്നെ ഉള്ളൂ. നമുക്ക് കുറേ ബലൂൺസിൽ കയറാൻ പറ്റും. 4-5 ബലൂൺസിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ശരിക്കും ഞങ്ങളതെടുത്ത് നഷ്ടമായി. കാരണം മോൻ അതിലേതിലും കയറിയില്ല. ചിലതിൽ മാത്രം കയറിയുള്ളൂ. ഈ വലുതിലൊന്നും അവൻ കയറിയില്ല കേട്ടോ. അപ്പോൾ അവൻ ആകെ കയറി ഇതിൽ കുറച്ച് നേരം ഇങ്ങനെ ചാടിക്കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ പിന്നെ അവൻ നല്ല ഇഷ്ടമായിട്ടോ. കുറേ നേരം അങ്ങനെ അതിൽ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നിലും കൂടെ കയറി കേട്ടോ. അത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കയറി പോകണം, അതിൽ മാത്രം ഒന്ന് കുറച്ച് നേരം കയറി. ഇതിൽ കയറാൻ പറഞ്ഞപ്പോൾ പേടിച്ചു. അവൻ അതിൻ്റെ ഉള്ളിൽ പോകാനുള്ളൊരു പേടി കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. കുറച്ച് നേരം പുറത്ത് നിന്ന് കണ്ടിട്ട് തിരിച്ചു വന്നു കേട്ടോ. അവൻ അതിൽ കയറിയില്ല. കുട്ടികളൊക്കെ അടിപൊളി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലും അവൻ കയറിയില്ല. ഇതിൽ കയറാൻ പറഞ്ഞപ്പോൾ അവന് അതും വേണ്ട അമ്മ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചൊന്നുമില്ല, കുഞ്ഞു കുട്ടിയല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാത്രം കുറച്ച് നേരം കയറി. ഇതിലാണ് അവൻ കുറച്ച് നേരമെങ്കിലും കളിച്ചിട്ട് അതിൽ കുറച്ച് നേരം സ്റ്റെപ്പ് കയറി. പിന്നെ മറ്റുള്ള ഒരുപാട് കുട്ടികൾ വരുമ്പോൾ അവനതൊരു എല്ലാവരോടും കളിച്ചു പോകാൻ പറ്റില്ല. അവൻ ആരും ഇല്ലാത്തതിൽ പോയിട്ട് ഇങ്ങനെ കയറുമായിരുന്നു. കുറേ കുട്ടികളെ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പിന്നെ കുറച്ച് നേരം കളിച്ചു. പിന്നെ കുറേ നേരം ചാടിക്കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ബോട്ട് ഉണ്ടായിരുന്നു, കുട്ടികളുടെ തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ. പക്ഷെ അതിൽ കുറേ ബോട്ട് കുട്ടികൾക്ക്, ഓരോ കുട്ടികളും. പക്ഷെ അതിൽ അവന് കയറണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളത് അവൻ വലുതായിട്ട് കയറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തുണ്ടായിരുന്ന വലിയൊരു ബലൂണിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ അതിൽ ശരി അമ്മ എനിക്കതിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ശരി കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ അതിൽ കയറി മുകളിൽ എത്തിയപ്പോഴേക്കും കുറച്ച് ഉയരമല്ലേ. അപ്പോൾ അവനാകെ ടെൻഷനായിട്ടോ, ഒന്ന് പേടിച്ചു. പിന്നെ കുറേ കുട്ടികളെയും കണ്ടപ്പോൾ അവൻ അതിലേറെ ടെൻഷനായി. അപ്പം അതിന് നമ്മൾ ഉരുസി വരണം, അത് ചെയ്തില്ല. അവൻ പിന്നെ ഇതിലൂടെ തന്നെ വന്ന് അതിലൂടെ തന്നെ ഇറങ്ങി വരിക ചെയ്തു. പിന്നെ നേരെ അടുത്തേക്ക് വന്ന് വേണ്ടമ്മ മതി, ഇതിൽ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. വേഗം വരികയാണ് ചെയ്തത്. അതിൽ കൂടെ തന്നെ വന്നു കേട്ടോ, ഇറങ്ങി വന്നു. പിന്നെ അതിൽ കയറിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൽ ഇറങ്ങി. എല്ലാം അവനൊരു പേടി പോലെ. അപ്പോൾ ഞങ്ങൾ വേഗം അതിൽ ഇറങ്ങി. അതിന് ശേഷം വേറൊരു പാർക്കിൽ കയറി കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പാർക്കിൽ കയറി. അതിൽ വന്നിട്ട് നമുക്ക് 100 രൂപ കൊടുത്തു വെച്ചാൽ 4 എണ്ണത്തിൽ നമുക്ക് ഇരിക്കാം കേട്ടോ. അങ്ങനെ ആദ്യം മറ്റേ എയറോപ്ലെയിൻ പോലെ ഒന്ന് ചാടി പോണേലിരുന്നു. പിന്നെ ഈ ഒരു എയറോപ്ലെയിനിൽ, പിന്നെ ട്രെയിനിൽ ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതിലിരുന്നു. പിന്നെ ഈ ബസ്സിലിരിക്കണം എന്ന് പറഞ്ഞു അവൻ. പക്ഷേ പിന്നെ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ബസ്സിൽ നിന്ന് അങ്ങനെ ചാടി ഇറങ്ങി. അതിനുശേഷം ഇതിലാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ ഇതിലൊക്കെ ഇരുന്നു. അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് അവൻ, നല്ല സന്തോഷമായി അവന്. കാരണം കുറേ ഇതിലിരിക്കാൻ പറ്റി. അതിന് ശേഷം പിന്നെ വണ്ടിയിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല ബഹളമായിരുന്നു. ഇത് വന്നിട്ട് 3 മിനിറ്റിന് 60 രൂപയാണ് കേട്ടോ ഈ വണ്ടിയിൽ. അത് അടിപൊളിയായി എൻജോയ് ചെയ്തു അവന് കുറേ ആയി പറഞ്ഞു ഇങ്ങനത്തെ ഒരു വണ്ടി മേടിക്കണം തന്നെ. അപ്പോൾ എന്തായാലും അത് കണ്ടപ്പോൾ അതിൽ കൊണ്ട് ഇരുത്താമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കൊണ്ട് ഇരുത്തി. അതിനുശേഷം ഞങ്ങളൊരു ചായ കുടിച്ചു. അവനൊരു ബൂസ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ പഞ്ചസാരയൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറേ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങളൊന്നും അതിൽ കയറിയില്ല.
കാരണം മോൻ അതൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങളും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറില്ല, ചുമ്മാ കണ്ടിട്ട് വന്നു കേട്ടോ അതിലൊക്കെ. അതുപോലെ തന്നെ ഫുൾ ബോഡി മസാജൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു കേട്ടോ, അതിലൊന്നും കയറിയൊന്നുമില്ല. അതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് കറങ്ങുക കേട്ടോ ചെയ്തേ. ചുറ്റും ഒന്ന് കറങ്ങി പിന്നെ ഞങ്ങൾ മറ്റേ ശരിക്കും വഴികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വഴികളിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ കുറച്ച് നടന്നു കേട്ടോ. പിന്നെ ഈ തൂണ് കൊണ്ട് ഇങ്ങനെ വലിയ ഗോപുരം പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഡാൻസൊക്കെ കളിക്കുന്ന ഒരു സ്റ്റേജ് പോലെ പണ്ടത്തെ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കുറേ പേര് വന്നിട്ട് ഒരു ഗ്രൗണ്ട് പോലെയുള്ളതിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രാത്രിയല്ലേ, നല്ല ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ മലപ്പുറം കംപ്ലീറ്റ് നമുക്കിങ്ങനെ താഴ്ന്ന് നോക്കി കാണാൻ പറ്റിയത് നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റിയിൽ ഇരുട്ടായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്നു, ഓരോന്നും സംസാരിച്ച് കുറേ നേരം ഫോണൊക്കെ നോക്കി ഞങ്ങൾ അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അടുത്ത തവണ വരുന്ന സമയത്ത് ഫുഡൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് കുറേ പേരുണ്ടായിരുന്നു. ഫുഡൊക്കെ കൊണ്ടുവന്ന് രാത്രി അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ ഈ ആനയുടെ മേലെ കയറണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. അവസാനം ഒന്ന് ആനയുടെ മേലെ കയറ്റി അവർ. ഞങ്ങൾ അവനെ കയറ്റിക്കോട്ടെ ചോദിച്ചപ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കയറ്റി അതിൻ്റെ മേലെ കയറി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇത് വന്നിട്ട് ഹൊററിൻ്റെ ഒരു പാർട്ട് പോലെ, ഹൊറർ മൂവീസോ ഹൊറർ സീൻസൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിലോട്ടൊന്നും ഞങ്ങൾ കയറിയില്ല. പക്ഷേ അതിൻ്റെ പുറത്തു നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ഇറങ്ങി. സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. മോനും അതിലേറെ എൻജോയ് ചെയ്തു.